ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീനടൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ 3 വലിയ അയില എടുത്തിട്ടുണ്ട്. അടിപൊളി അയിലയാണ്. അപ്പം മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പും മുളകും പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂണ് കുരുമുളകും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അട എടുക്കുന്നത് സ്റ്റീം ചെയ്യുന്നത് വരെയുള്ള വീഡിയോ ഉള്ളൂ. അതിൻ്റെ എന്താ പറയുക ഇൻഗ്രീഡിയൻസും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് മീനട്ടാന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി അല്ലേ ഇത് കേട്ടോ. ഇത് തികച്ചും വ്യത്യസ്തമാണ്. അപ്പം ഞാനിതാ ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പാൻ വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക, നാടൻ റെസിപ്പിയാണല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചത് ഞാനിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില എല്ലാം കൂടിയിട്ട് അരച്ചത് ഫസ്റ്റ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് പച്ച ചായ മാറുന്നത് വരെ ഇത് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ഉള്ളി ഉണ്ടല്ലോ, ഒരു 4 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത്, മീഡിയം സൈസ് ഉള്ളി എന്ന് പറയുമ്പോൾ പിന്നെ വലിയതല്ല, ചെറിയ ഉള്ളിയാണ്. 4 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം കേട്ടോ. അത് ഞാനിവിടെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് ഉണ്ടാക്കിയത്. പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ അവർക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം ലാസ്റ്റ് സ്റ്റീം ചെയ്തെടുക്കുന്നത് വരെയുള്ള വീഡിയോ ഉണ്ട്. അത്രയും വേണ്ടു. പിന്നെ നമ്മൾ എടുത്തിട്ട് കഴിക്കില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില എല്ലാം കൂടി അരച്ച്, എന്നിട്ട് ആവശ്യത്തിന് 4 ഉള്ളി കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നത്, തികച്ചും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ എല്ലാവരും ചെയ്യും പോലെയല്ല കേട്ടോ. അപ്പം പിന്നെ മീൻ ഇഷ്ടപ്പെടാത്തവർക്ക് വരെ ഇത് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ ഗരം മസാലപ്പൊടി വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചതാണ്, അത് ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മീനിൽ മഞ്ഞളും കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി 1 സ്പൂണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തോ. പിന്നെ പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് പച്ചമുളക് ആകുമ്പോൾ കടിക്കും, അതുകൊണ്ട് ഞാൻ അരച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളത്. കുരുമുളകാകുമ്പോൾ നമുക്ക് വയറ്റിനും നല്ലതാണ്, അതുകൊണ്ടാണ് കുരുമുളക് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം ഇത് അടച്ച് വെക്കാം. ഒന്ന് വെന്ത് വരുന്നത് വരെ ഇത് അടച്ച് വെക്കാം. അതിൽ നല്ല അടിപൊളി അയിലയെന്ന് കിട്ടിയിട്ടുണ്ടായത് കേട്ടോ. നമ്മൾക്ക് ഒരു വലിയ അയില തന്നെ ആകുമ്പോൾ പിന്നെ എന്താ പറയുക മുള്ളൊന്നുമില്ലാണ്ട് കിട്ടുമല്ലോ. ഇത് നമുക്ക് അയക്കൂറ് വെച്ചിട്ടുണ്ടാക്കാം, ആഗോലി വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ മീൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ആ കുരുമുളകും ഉപ്പും മഞ്ഞളും കൂടി മിക്സാക്കി വെച്ച അയില നമ്മളെ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ആ മസാലയിൽ നമ്മളെ മീനിൻ്റെ ആ ഫ്ലേവറെല്ലാം വരുമല്ലോ. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഏകദേശം നമ്മൾ മീൻ വെന്ത് വന്നിട്ടുണ്ട്. മസാലക്ക് നല്ലോണം പിന്നെ മീനിൻ്റെ ടേസ്റ്റ് വരും. ഇങ്ങനെ ആക്കുമ്പോൾ ചില ആൾക്കാർ ഇത് പിന്നെ പൊരിച്ചിട്ടാണ് ചെയ്യല്. അതിനെക്കാട്ടും നമുക്ക് ഹെൽത്തി പൊരിക്കാണ്ട് ചെയ്യുന്നത് തന്നെയാണ് ഹെൽത്തി. നമ്മളിപ്പം മീൻ കഴിക്കുന്ന സമയത്ത് പൊരിക്കുന്നതിനെക്കാട്ടി കറി വെച്ചിട്ടുള്ള മീൻ കഴിക്കുന്നത് നല്ലത്. ഒരു 5-6 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പിന്നെ ഫ്രഷ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളത്തെ ഫ്രഷ് തേങ്ങയില്ലെങ്കിൽ ഡെസിക്കേറ്റഡ് പിന്നെ കോക്കനട്ട് ഇട്ട് കൊടുത്താലും മതി. പെരുംജീരകം 1 സ്പൂൺ ഇട്ട് കൊടുത്തു. പെരുംജീരകമാണ്, വലിയ ജീരകം ഉണ്ടല്ലോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ ഞാൻ മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നില്ല, ഓൾറെഡി മസാലയിൽ ഇട്ടതുകൊണ്ട് കേട്ടോ. പുതിനയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കട്ടിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മസാലയിലേക്ക് നമ്മൾ അരച്ച ഉള്ളി, തേങ്ങ, പിന്നെ പെരുംജീരകം എല്ലാം കൂടിയിട്ട് അരച്ചതാണ്. നമ്മൾ ഇതാ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാണ്ട് തന്നെ അരച്ചെടുക്കുക, നല്ല കട്ടിയിൽ അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങളൊരു കുറച്ച് പിന്നെ ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഓൾറെഡി നമ്മളെ മസാലയിൽ പച്ചമുളക് ഉണ്ടല്ലോ, എരിവ് ഇവിടെ കൂടുതൽ പിന്നെ എരിവ് പറ്റാത്തതുകൊണ്ട് ഞാൻ തേങ്ങയിൽ പച്ചമുളക് ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പിന്നെ മീനെല്ലാം നന്നായിട്ട് വെന്ത് മസാലയും റെഡിയായി തേങ്ങ അരച്ചതിന് ഇത് കുറച്ച് നല്ല രീതിക്ക് ഇത്
വറ്റി വരണം. ആ തേങ്ങയിൽ തന്നെ നമ്മളെ മസാല വറ്റി വരണം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മണം തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കേ. വീണ്ടും ഞാനിതാ 1 സ്പൂണ് പിന്നെ ഇതിട്ടിട്ടുണ്ട്, ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. സോറി, നമ്മൾ ഫസ്റ്റ് ഇട്ടത് ഇതാണ് മല്ലിപ്പൊടിയാണ് കേട്ടോ. കുറച്ച് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം ലാസ്റ്റ് നീളത്തിൻ്റെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വിചാരിച്ചാൽ നമുക്ക് പിന്നെ ഇത് മസാല നമ്മൾ പിന്നെ ഇലയിൽ ആക്കുന്ന സമയത്ത് ഇതെടുത്ത് കളയാം, പച്ചമുളക് എടുത്ത് കളയാം, എന്നാൽ കടിക്കുകയൊന്നും ചെയ്യില്ലല്ലോ. ലാസ്റ്റ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല പച്ചമുളകിൻ്റെ നല്ല ഫ്ലേവറാണല്ലോ. അപ്പോൾ ഞാനിതാ പിന്നെ അരി എന്ന് പറഞ്ഞാൽ പുയിങ്ങലരിയും പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് പുയിങ്ങലരി 3/4 കപ്പാങ്കിൽ 1/2 കപ്പ് പച്ചരി, പെരിഞ്ചീരകം, പിന്നെ ഇട്ടത് കുഞ്ഞുള്ളിയാണ്, നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഒരു 3-4 ചെറിയ ഉള്ളിയും. വീണ്ടും ഞാനിതാ 1 കപ്പ് നമ്മളിത് തേങ്ങ, ഫ്രഷ് തേങ്ങയും കൂടിയിട്ട് എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്പ്പം തന്നെ അരക്കൂലേ, അതുപോലെ കട്ടിയിൽ നല്ല മൊതിഞ്ഞിട്ട് തന്നെ തേങ്ങ അരച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പത്തൻ്റെ പൊടിയുണ്ട്. പത്തലിൻ്റെയും പത്തൽ ചൂടുന്നതും അതിൻ്റെ പൊടി ഉണ്ടാക്കുന്നതും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാത്തവർ അതുപോലെ തന്നെ ചെയ്യുക. അടിപൊളി പത്തലാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരിപ്പൊടി ഇട്ടിട്ട് നല്ല പത്തലിൻ്റെ ആ ഒരു ഇതിൽ നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അരിയും തേങ്ങ, നിങ്ങളത്തെ അരി ആക്കുന്നതിൽ തേങ്ങയും പെരിഞ്ചീരകം ഉള്ളി മാത്രം അരച്ചിട്ട് വെള്ളമൊഴിച്ച് അരച്ചിട്ട് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇല എടുത്തിട്ടുണ്ട്. ഇലയിൽ നല്ല കട്ടിയിലാണ്ട് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഫില്ലിങ് നടുക്ക് വെക്കുക. എന്നിട്ട് ഇതുപോലെ അടൻ്റെ ഷേപ്പിൽ ചെയ്യാം. അങ്ങനെ ഓരോന്നും ചെയ്തിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ സ്റ്റീം ചെയ്തെടുക്കുകയെന്ന്. സ്റ്റീം ചെയ്തതിന് ശേഷം ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഗസ്റ്റ് വരുന്ന സമയത്ത് ആക്കിയതുകൊണ്ട് പിന്നെ ലാസ്റ്റ് എടുക്കുന്ന വീഡിയോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇത്രമാത്രം മനസ്സിലായാൽ മതിയില്ല, കാരണം നമ്മൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഓരോന്നും പരത്തുന്ന സമയത്ത് കട്ടിയിൽ പരത്തരുത്, നല്ല തിക്കായിട്ട് തന്നെ പരത്തുക. എന്നിട്ട് ഫില്ലിങ് നടുക്ക് വെച്ചിട്ട് അടൻ്റെ ഷേപ്പിൽ തന്നെ ഇതുപോലെ മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇലയില്ലെങ്കിൽ ഫോയിൽ വെച്ചിട്ടും ചെയ്യട്ടോ. നമുക്ക് ഇലൻ്റെ ടേസ്റ്റ് ആകുമ്പം നാട്ടിലാകുമ്പോൾ ഇല കിട്ടും, പുറത്ത് താമസിക്കുന്നവർക്ക് ഇലക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നിങ്ങൾ ഫോയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഇത് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ വെറുതെ പറയുന്നതല്ല. മീനിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലായി ഇഷ്ടമാവും. പക്ഷേ മീൻ ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു റെസിപ്പി നമുക്ക് മീനിൻ്റെ ടേസ്റ്റോ അങ്ങനെ വല്ലാതെ ഇഷ്ടമില്ലാത്ത ടേസ്റ്റ് ആവില്ല എന്തായാലും. കാരണം നമ്മളെ മസാലയിൽ അടിപൊളിയാണ്. തേങ്ങയും പെരിഞ്ചീരകം ഉള്ളിയെല്ലാം അരച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തത് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളിതാ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ട് നമുക്കിതാ നമ്മൾ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ ഇല്ല, നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക.